പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ വിശ്വാസത്തിൽ എങ്ങനെ സ്ഥിരതയുള്ളവരായി നിലനിൽക്കുമെന്നതാണ്. പലപ്പോഴും അനുകൂല സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ വിശ്വാസമായിരിക്കും. പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കുമ്പോൾ, രോഗങ്ങൾ മാറുമ്പോൾ, സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം ജ്വലിച്ചു നിൽക്കും. എന്നാൽ പെട്ടെന്നൊരു പ്രതികൂലം വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ നമ്മുടെ വിശ്വാസം ഉലയാൻ തുടങ്ങും. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കും. വിശ്വാസത്തിന്റെ സ്ഥിരത നേടുക എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉലയാതെ ഉറപ്പിച്ചു നിർത്താം എന്നതിനെ കുറിച്ചാണ്. ഇതിനായി 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നുക എന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിലും ഉള്ള വിശ്വാസം വർദ്ധിക്കണമെങ്കിലും ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു വലിയ വൃക്ഷം നമ്മൾ കാണാറുണ്ട്. കഠിനമായ കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള ചെറിയ ചെടികൾ ഒടിഞ്ഞു വീഴുമ്പോഴും ഈ വലിയ മരം വീഴാതെ നിവർന്നു നിൽക്കും. എന്താണ് അതിന്റെ രഹസ്യം? അതിന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറമേ കാണുന്ന കൊമ്പുകളെക്കാൾ വലിയ വേരുകൾ അതിന് മണ്ണിനടിയിലുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെ തന്നെയാണ്. 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മുടെ വിശ്വാസം പലപ്പോഴും തകർന്നു പോകുന്ന എന്തുകൊണ്ടാണ്? വചനമാകുന്ന മണ്ണിൽ നമ്മൾ വേരൂന്നിയിട്ടില്ല. വെറുമൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ടോ ആഴ്ചയിൽ ഒരിക്കൽ ബൈബിൾ തുറന്നതുകൊണ്ടോ വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടാവില്ല. സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് സംശയങ്ങളും ഭയങ്ങളും കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശു അതിനെ നേരിട്ടത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന വചനം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദിവസവും ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും സമയം കണ്ടെത്തുക. വചനം വെറും ഒരു പുസ്തകമല്ല, അത് ജീവനുള്ളതാണ്. നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുന്നത് ഈ വചനത്തിലെ വാഗ്ദാനങ്ങളാണ്. വചനത്തിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം സ്ഥിരതയുള്ളതായി മാറും. വിശ്വാസത്തിൽ സ്ഥിരത നേടാനുള്ള 2-ാമത്തെ മാർഗം നിരന്തരമായ പ്രാർത്ഥനാ ജീവിതമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ട് അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ശരീരത്തിന് ശ്വാസോച്ഛ്വാസം എത്രയോ ആവശ്യമാണ്, അത്രത്തോളം ആത്മാവിന് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായി സംസാരിക്കുക, ദൈവവുമായി ഒരു നല്ല ബന്ധം പുലർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവവുമായി നിരന്തരം സംസാരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയൂ. നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ആരോടാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത്. ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ ജീവിതം നോക്കൂ. രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ ഒരു ദൈവത്തെയും നമസ്കരിക്കരുത്, ഇത് ലംഘിച്ചാൽ സിംഹക്കുഴിയിലിടണം. എന്നാൽ ദാനിയേൽ എന്താണ് ചെയ്തത്? അവൻ ഭയപ്പെട്ടില്ല. തന്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ മാറിയില്ല. അവൻ പതിവ് പോലെ തന്റെ മുറിയിൽ ചെന്ന് ജനാലകൾ തുറന്നിട്ട് ദിവസത്തിൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നോക്കൂ, മരണഭയം മുൻപിൽ വന്നിട്ടും
ദാനിയേലിന് വിശ്വാസത്താൽ സ്ഥിരതയുണ്ടാകാൻ കാരണം അവന്റെ ശക്തമായ പ്രാർത്ഥനാശീലമായിരുന്നു. പ്രാർത്ഥനയെ അവന് ദൈവത്തിലുള്ള ഉറപ്പ് വർദ്ധിപ്പിച്ചു. അതിന്റെ ഫലമായി ദൈവം സിംഹങ്ങളുടെ വായടച്ച് അവനെ അത്ഭുതകരമായി രക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥത നിറഞ്ഞതാണ്. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കും, അത് കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തും. ഇത്തരം ജീവിതശൈലി വിശ്വാസത്തിൽ സ്ഥിരത തരില്ല. സന്തോഷത്തിലും സങ്കടത്തിലും ജയത്തിലും തോൽവിയിലും ഒരുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലെ ഒരു പ്രതികൂലത്തിനും മുൻപിൽ വിശ്വാസം കൈവിടേണ്ടി വരില്ല. വിശ്വാസ സ്ഥിരതയുടെ മൂന്നാമത്തെ വശം കഷ്ടതകളും പരീക്ഷകളും ഉണ്ടാകുമ്പോൾ പതറാതെ നിൽക്കുക എന്നതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുവൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പരീക്ഷണങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതം വന്നത്? എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, പരീക്ഷകൾ വരുന്നത് നമ്മുടെ വിശ്വാസത്തെ തകർക്കാനല്ല, അതിനെ ശുദ്ധീകരിക്കാനും ഉറപ്പിക്കാനുമാണ് എന്നാണ്. സ്വർണം അതിനെ മാറ്ററിയിക്കുന്നത് തീയിലിട്ട് ഉരുക്കുമ്പോഴാണ്. തീയിലൂടെ കടന്നുപോയ സ്വർണത്തിന് വിലയേറും. അതുപോലെ കഷ്ടതകളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി മാറുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയ്യോബ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. മക്കൾ മരിച്ചുപോയി, ശരീരമാകെ മാരക രോഗം ബാധിച്ചു. സ്വന്തം ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കാൻ പറഞ്ഞു. എന്നിട്ടും ഇയ്യോബ് പറഞ്ഞ മനോഹരമായ ഒരു മറുപടിയുണ്ട്: യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ തന്റെ വിശ്വാസത്തിൽ ലേശം പോലും കുലുങ്ങിപ്പോയില്ല. ഇയ്യോബിന്റെ ഈ സ്ഥിരത കണ്ടിട്ടാണ് ദൈവം പിന്നീട് അവന് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി തിരികെ നൽകി അനുഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക തകർച്ചകൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവയൊക്കെ വരാം. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, ഈ പരീക്ഷയ്ക്കപ്പുറം ദൈവം എനിക്കായി വലിയൊരു അനുഗ്രഹം കരുതിയിട്ടുണ്ട് എന്നാണ്. എന്നെ തകർത്താലും ഞാൻ ദൈവത്തെ വിശ്വസിക്കും. ആ ഉറച്ച മനോഭാവമാണ് വിശ്വാസത്തിലെ സ്ഥിരത. വിശ്വാസത്തിൽ സ്ഥിരത നേടാനുള്ള നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നമ്മുടെ നോട്ടം എപ്പോഴും ക്രിസ്തുവിലേക്ക് മാത്രമായിരിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ വിശ്വാസം പലപ്പോഴും തകർന്നു പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കിയാൽ നമ്മൾ നിരാശരായി പോകും. കാരണം മനുഷ്യർ ഇന്ന് സ്നേഹിക്കും, നാളെ തള്ളിപ്പറയും. നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ ഭയന്നു പോകും. ലോകാരാധനയിലേക്കും പാപങ്ങളിലേക്കും നോക്കിയാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതാകണമെങ്കിൽ മാറാത്തവനായ യേശു ക്രിസ്തുവിലേക്ക് മാത്രം നമ്മൾ നോക്കാൻ തയ്യാറാകണം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പത്രോസ് വെള്ളത്തിന്മീതെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. യേശു ക്രിസ്തു കടലിന് മുകളിലൂടെ നടന്നു വരുന്നത് കണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, നീയാണെങ്കിൽ ഞാനും വെള്ളത്തിന്മീതെ വരേണ്ടതിന് നീ കൽപ്പിക്കണം. യേശു പറഞ്ഞു, വരിക. പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിന് മീതെ നടന്നു. നോക്കൂ, ഒരു മനുഷ്യൻ കടലിന് മുകളിലൂടെ നടക്കുകയാണ്. അവൻ യേശുവിനെ മാത്രം നോക്കി നടന്നപ്പോൾ അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ പെട്ടെന്ന് വചനം പറയുന്നു, അവൻ ചുറ്റുമുള്ള കാറ്റും തിരമാലകളും കണ്ട് ഭയപ്പെട്ടു. യേശുവിൽ നിന്ന് അവന്റെ നോട്ടം മാറിയ ആ നിമിഷം അവൻ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശുവിനെ നോക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. എന്നാൽ പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഭയന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് മുങ്ങിപ്പോകുന്നു. സാഹചര്യങ്ങൾ എത്ര വശക്കേടാണെങ്കിലും, കാറ്റെത്ര ശക്തമാണെങ്കിലും, തോണി മറിയുമെന്ന് തോന്നിയാലും പതറാതെ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ നമ്മുടെ കൈ പിടിച്ചുയർത്താൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം.
വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മുൻപോട്ട് പോകാൻ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? 1, ദൈവവചനത്തിൽ നാം ആഴത്തിൽ വേരൂന്നണം. 2, പ്രാർത്ഥനയിലൂടെ ദൈവവുമായി നിരന്തരം ഒരു ബന്ധം സൂക്ഷിക്കണം. 3, ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ സഹിഷ്ണുതയോടെ നേരിടണം. 4, നമ്മുടെ നോട്ടം എപ്പോഴും യേശുക്രിസ്തുവിലേക്ക് മാത്രമായിരിക്കണം. വിശ്വാസം എന്നത് ഒരു ദിവസമോ ഒരു വർഷമോ ഓടിത്തീർക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ആയുസിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലും ഈ ഒരു സാക്ഷ്യം പറയാൻ നമുക്ക് കഴിയണം. ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും, ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താലും, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കും, ഞാൻ അവനിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഇന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. വരും ദിവസങ്ങളിൽ ശക്തമായ സ്ഥിരതയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അനുഗ്രഹീതമായ ദൈവവചന സന്ദേശങ്ങൾ നിങ്ങൾക്കായി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. മറക്കാതെ കാണുക. ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.